നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട 10 മസ്റ്റ് വാച്ച് സിനിമകൾ. ഇത് നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ച് ദിവസമായി 10-60 സിനിമകൾ ഇതുവരെ ഞാൻ ഷെയർ ചെയ്തു. ആദ്യമായിട്ടാണ് നിങ്ങൾ പേജ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് നമ്മൾ എത്തിക്കും. അപ്പോൾ നമ്മൾ എവർഗ്രീൻ ആയിട്ടുള്ള സിനിമകളാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് എടുക്കുന്നത്. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. മന്ത്ലി ഒരു 300 സിനിമകളാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി 10 സിനിമകൾ വെച്ച്. ആദ്യത്തെ സിനിമ ഗ്ലാഡിയേറ്റർ 2ാം ഭാഗം ഈ അടുത്ത് ഇറങ്ങിയായിരുന്നു. എന്നാലും 1ാം ഭാഗം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് സിനിമ. ഭയങ്കരമായിട്ട് ക്ലാസിക്, അല്ലെങ്കിൽ ഇന്നും നമ്മൾ കാണുന്ന സമയത്ത് അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഗ്ലാഡിയേറ്റർ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ, ആ ഒരു കഥ, അത് നമ്മളിലേക്ക് എത്തിയിട്ടുള്ള ഒരു വികാരമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിനിമയെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരാളാണെന്ന് ചിന്തിക്കും. ഇന്ന് 2025 ആ ഒരു രാജകീയമായിട്ടുള്ള നമ്മൾ ആ ഒരു സിനിമക്കകത്ത് തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു വലിയൊരു പ്രത്യേകത ഈ ഒരു ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് കാണുക. 2000 തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. രണ്ടാമത്തത് ടൈറ്റാനിക്. ഈ സിനിമ ഇപ്പോൾ നിലവിലിപ്പോൾ പറയുന്ന ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ പാട്ടോ എന്തെങ്കിലുമൊക്കെ കേൾക്കാത്ത മനുഷ്യന്മാർ ഉണ്ടാവില്ല. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമ, അതിനോടൊപ്പം തന്നെ അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ട്, അങ്ങനെ എക്സെട്ര. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ടൈറ്റാനിക് എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ ജമ്മാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു യഥാർത്ഥ സംഭവത്തെ ഒരു സിനിമയാക്കുക, അതിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സാധനം കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ടൈറ്റാനിക് ഈസ് ട്രൂലി വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണെന്ന് പറയാം. പിന്നെ ആ സിനിമയുടെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ്. അതൊന്നും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനൊന്നും ഒരിക്കലും പറ്റില്ല. 3ാമത്തെ സിനിമ ഒരു ആനിമേഷൻ സിനിമയാണ്, കോക്കോ. അതായത് ബെസ്റ്റ് ആനിമേഷൻ സിനിമയ്ക്കുള്ള ഓസ്കാർ വരെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. കോക്കോ എന്ന് പറയുന്നത് അതൊരു ആനിമേഷൻ മൂവിയല്ല, നേരെ മറിച്ച് അതൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മ്യൂസിക്കൽ ജേണി എന്ന് പറയുന്നത് വളരെ രസമായിട്ട്, വളരെ ഇമോഷണലായിട്ട് കണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ചിയ പടം തന്നെയാണ് കോക്കോ എന്ന് പറയുന്നത്. ഓസ്കാർ കിട്ടിയ ടൈമാണ് ഈ സിനിമയെ കുറിച്ച് അറിയുന്നതും അങ്ങനെ കാണുന്നതൊക്കെ. ഞാൻ വളരെയധികം ഞെട്ടി ആസ്വദിച്ചു പോയിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ് കോക്കോ എന്ന് പറയുന്നത്. 5ാമത്തെ സിനിമ ദ ലയൺ കിങ് എന്ന് പറഞ്ഞ സിനിമയാണ്. എന്താ പറയുക, ആനിമേഷൻ സിനിമകളുടെ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ പാറ്റേൺ ഉള്ള സിനിമകളുടെ ഒക്കെ രാജാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ഇൻസെപ്ഷനും ഇന്റർസ്റ്റെല്ലാറും ഒക്കെ ചെയ്തിട്ടുള്ള ഹാൻസ് ഏട്ടനാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. പിന്നെ അറിയാമല്ലോ, ഈ സാധനത്തിന് ഒരുപാട് ലൈവ് ആക്ഷൻസും ആനിമേഷൻ ലെവലിലുള്ള സാധനങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മുസാഫെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പടമൊക്കെ ഈ അടുത്തിറങ്ങിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് ക്ലാസിക് എന്ന് പറയാനും അല്ലെങ്കിൽ ഒരു ഫിലിം ലവർ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സാധനം എന്ന് പറയാനും ഇത് കണ്ണും ചുമ്പി കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അടുത്തത് സ്പൈഡർമാൻ. അതായത് നമ്മുടെ അവഞ്ചേഴ്സിന്റെ ലിസ്റ്റിലുള്ള സ്പൈഡർമാൻ ആണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈഡർമാനിൽ ഒരു സ്പൈഡർമാനിൽ നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ ഈ എല്ലാ സ്പൈഡർമാനും കൂടി വരുന്നുണ്ട്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള സ്പൈഡർമാനൊക്കെ ഉണ്ടല്ലോ, ആ സ്പൈഡർമാൻ എല്ലാവരും കൂടി വരുന്ന ഒരു സ്പൈഡർമാൻ ഉണ്ട്. നിന്റെ മോനെ രോമം തിളയ്ക്കണം, രക്തം എന്നൊക്കെ പറഞ്ഞ് രോമം ഇങ്ങനെ വന്ന് ഞാൻ ഫസ്റ്റ് ഷോയിൽ തന്നെ പോയി ഇരുന്ന് കണ്ടപ്പോൾ കിട്ടിയിട്ടുള്ള ഫീൽ ഉണ്ടല്ലോ എൻ്റെ സാറേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക്, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ടു എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ എങ്ങനെയാണോ നമുക്ക് ഈ ഒരു സിനിമ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് എടുത്തു മാറ്റി കളയാൻ പറ്റുക? നമ്മൾ എന്ത് സിനിമ ആരാധകരാണ്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ്റെ സെക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക, എല്ലാം അടിപൊളിയാണ് ഇതുവരെ ഇറങ്ങിയതിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 7ാമത്തെ സിനിമ, ഒരു ക്ലൈമാക്സ് കണ്ട് ഞെട്ടിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക് എന്ന് ചോദിക്കാം. ഭൂരിഭാഗം പേരും 99.9% ആളുകളും ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് ഞെട്ടിയിട്ടുണ്ടാവും. സാക്ഷാൽ ക്രിസ്റ്റഫർ നോളനാണ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയുടെ പേര് പ്രസ്റ്റീജ്. ഹോളിവുഡ് സിനിമകൾ കാണാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു പ്രസ്റ്റീജ്. അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതിനുശേഷം പല ഹോളിവുഡ് സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് കാരണം ഈ പ്രസ്റ്റീജാണ്. പ്രസ്റ്റീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് ഉള്ള സിനിമയാണ്. ഇതിന്റെ ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ടഫായിരിക്കും. കഥയൊക്കെ സിമ്പിളാണ്. 2 മജീഷ്യൻസ് തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ അവരുടെ ഒരു മത്സരമൊക്കെയാണ് ചിത്രം പറയുന്നത്. പക്ഷെ സിനിമ വേറെ ലെവലാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ചില സിനിമകൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ആ ക്ലൈമാക്സ് ഒന്ന് കംപ്ലീറ്റ്ലി മറന്നിട്ട് ആ സിനിമ വീണ്ടും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അത് അങ്ങനെ കരുതുന്ന ഒരു സിനിമയാണ് കേട്ടോ പ്രസ്റ്റീജ്. നിങ്ങൾ ഒരു വട്ടം ഈ സിനിമ കണ്ട ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം അത്രയും ഞെട്ടിക്കുന്ന ഒരു സാധനമാണ്. ഇനി 8ാമത്തത് ഡെഡ്പൂൾ അവഞ്ചേഴ്സ് ലിസ്റ്റിൽ വരുമെന്ന് വെച്ചാൽ മാർവലിന്റെ കാറ്റഗറി
കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ്. പക്ഷെ എന്നാൽ പോലും ജമ്മാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന സൂപ്പർ ഹീറോ പടങ്ങളിൽ നിന്ന് വളരെ വേറിട്ട രീതിയിൽ നമുക്ക് സിനിമകൾ എടുക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് ഡെഡ്പൂൾ എന്ന് പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കോമഡീസും ഡാർക്ക് കോമഡീസും ഒക്കെ വളരെ നൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡെഡ്പൂൾ നല്ല ഓപ്ഷനാണ്. 9ാമത്തെ സിനിമ ലിയോൺ ദ പ്രൊഫഷണൽ. ഞാൻ കുറച്ചു ദിവസം മുമ്പായിരുന്നു ഡിയർ പെൻഗ്വിൻ മൈ ഫ്രണ്ടോ അങ്ങനെ എന്തോ ഒരു സിനിമ ഞാൻ കാണിക്കുന്നത്, ഞാൻ പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു അസാസിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി എത്തിപ്പെടുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. വളരെ കിടിലനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമേൻ്റെ ഒരു ഫാനായി പോകും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ഫീലോടെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഒരു കാരണവശാലും മിസ്സാക്കരുത്, ഒന്ന് കണ്ടു നോക്കണം. ഗംഭീര പടമാണ്. 10ാമത്തെ സിനിമ വാൾ ഇ. സത്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു BGM ഒക്കെ ഇട്ട് പറയുന്ന ഒരു സാധനമായിരിക്കും ഇത്. എന്താണെന്ന് വെച്ചാൽ അത്രയും മനോഹരമാണ് ഈ സിനിമ. ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻ, ജീവിതം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഈ സിനിമ സ്വാധീനിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ അതൊന്നും എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഒരു ആനിമേഷൻ സിനിമയാണ്. നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ട് ചിലപ്പോൾ ആനിമേഷൻ സിനിമകളെ പറ്റിയിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ഇതുവരെ കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയെന്ന് വരും. നമ്മുടെ സംഭവം മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് അതൊക്കെ കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്താൽ പുഷ് ചെയ്യുന്നുള്ള കാര്യം അറിയാമല്ലോ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകളും കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഒരു 300, 500, 600 ഒക്കെ സിനിമകളൊക്കെ 2 മാസം കൊണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് കണ്ടിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ റെക്കമെൻഡേഷനും ഉടനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സീ യു സൂൺ. ബൈ.